രൂപേഷ് കൂടിയുണ്ട്. ശ്രീ രൂപേഷ്, നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. എത്രമാത്രം പ്രതീക്ഷയുണ്ട്? ബിന്ദു പത്മനാഭൻ കേസ് തെളിയുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘം അതിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അന്വേഷണം ശരിയായ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതില് തെളിവുകൾ ശേഖരിക്കുക എങ്ങനെയാണെന്നുള്ളതാണ് ഇതിന്റെ അകത്ത് പ്രസക്തമായ ഒരു കാര്യം. ഇത്രയും വർഷം പഴക്കമുണ്ട്. ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമോ, എല്ലും കഷ്ണങ്ങളും കിട്ടുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു വിഷയം അവിടെ കിടക്കുകയാണ്. അത് തന്നെയല്ല, അന്യസംസ്ഥാന ബന്ധങ്ങളും അന്തർ സംസ്ഥാന ബന്ധങ്ങളും ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലും അടക്കം ഇയാൾ സഞ്ചരിച്ചു, ബിന്ദുവായി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അയാൾ അതിൻ്റെ അകത്ത് ഒറ്റക്കായിരിക്കത്തില്ല. ഈ കൊലപാതകം അടക്കം നടത്തിയിട്ടുള്ളത് ഒറ്റക്കായിരിക്കത്തില്ല. അതിൽ കൂട്ടാളികൾ കാണും. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്നതാണ്, സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അന്തർ സംസ്ഥാന ബന്ധം ഇതിലുണ്ട്. അവിടെ നിന്നുള്ള ആളുകൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ പോലീസ് ഉന്നതർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിലേക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിൽ തെളിവുകൾ കൂടുതലും കിട്ടിയിട്ടുള്ളത് ജോർജ് സാറൊക്കെ പറഞ്ഞത് കൂട്ട് ജൈനമ്മ കേസിലാണ്. ജൈനമ്മ കേസിൽ രക്തസാമ്പിൾ അടക്കം കിട്ടിയിട്ടുണ്ട്. കൂട്ട് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞതിലുള്ള എല്ലും കഷ്ണങ്ങൾ. അപ്പൊ അത് DNA പരിശോധനാ ഫലം അടിയന്തരമായി പുറത്തുവിടണം. അതിന് സർക്കാർ ഇടപെടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ സ്ത്രീകളുടെ മുഴുവൻ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പൊ ബിന്ദുവിന്റെ ആണെങ്കിലും ജൈനമ്മയുടെ ആണെങ്കിലും ഐഷയുടെ ആണെങ്കിലും ഇപ്പൊ കൂത്താട്ടുകുളത്തെ സ്ത്രീയുടെ ആണെങ്കിലും ഒക്കെ ഇത് ആരുടേതാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ DNA പരിശോധനാ ഫലമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ഇത് കണക്റ്റിംഗ് ആവും. പക്ഷെ ഇതിനെല്ലാം DNA പരിശോധനാ ഫലം ബേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് ആരുടേതാണെന്ന് കണ്ടെത്തണം. ഇതിൽ ഇടനിലക്കാരായി നിന്നവരെ ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്ത് അവരെയും കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണം. അതെല്ലാമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷയുണ്ട്. ഈ തെളിവുകൾ എത്രത്തോളം ലഭ്യമാവും എന്നുള്ളതിലാണ് നമുക്കൊക്കെ ഒരു ആശങ്ക കൂടി അതിൻ്റെ അകത്തുള്ളത്. ഇതിനകത്ത് നേരത്തെയും ചില ശബ്ദരേഖകളൊക്കെ വന്നതായിരുന്നുവല്ലോ. സോഡ പൊന്നപ്പൻ്റെ ശബ്ദരേഖ വന്നിരുന്നു. അത് അയൽവാസിയോട് സോഡ പൊന്നപ്പൻ പറയുന്ന കാര്യം ആ അയൽവാസി തന്നെ, ആ സ്ത്രീ തന്നെ അക്കാര്യം പറഞ്ഞിരുന്നു. ഇതൊക്കെ വന്നത് ഈ കേസിൽ ഗുണകരമായിട്ടുണ്ടോ? നേരത്തെ പോലീസ് 2007 അന്ന് ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ നൽകിയ പരാതിയിലായിരുന്നു FIR ഇട്ടത്. പക്ഷേ ആ കേസ് അന്വേഷണം എങ്ങോട്ടും പോയില്ല. പക്ഷേ ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം വന്നതോടുകൂടി, ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടുകൂടി ഇതിൽ ഒരു ജീവൻ വയ്ക്കുന്നുണ്ടല്ലേ ഇപ്പോൾ. അതുപോലെ തന്നെ ആ ശബ്ദരേഖയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അന്നും പറഞ്ഞിരുന്നു, ഇപ്പോൾ സോഡ പൊന്നപ്പൻ പറഞ്ഞിരുന്നത് കൊന്നതാണ് എന്നാണ്. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്. ഇതൊക്കെ വെളിപ്പെടുത്തലായി വന്നിട്ടുള്ളതാണല്ലോ. തീർച്ചയായിട്ടും സോഡ പൊന്നപ്പന്റെ ആ ശബ്ദരേഖ അത് ഈ കൊലപാതകം സ്ഥിരീകരിക്കുന്ന ഒന്നാണ്. അതിൽ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സെബാസ്റ്റ്യന്റെ ഒരു കൂട്ടാളിയുണ്ട്. അവരെല്ലാം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അവരിൽ നിന്നൊക്കെ ചിലപ്പോൾ തെളിവുകൾ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ അവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതിനാൽ കുറെ കാര്യങ്ങൾ അന്വേഷണം പുറത്തുവിടാത്തതാണ്. വളരെയധികം നീണ്ട ഒരു ലിസ്റ്റ് തന്നെയാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ അന്വേഷണ സംഘവുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് വളരെയധികം പേരുകളാണ് അതിൻ്റെ അകത്ത് അവർ കണ്ടെത്തി. അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കിട്ടാവുന്നത്ര തെളിവുകൾ ഇപ്പൊ ആദ്യഘട്ടത്തിൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങളൊന്നും സ്വീകരിക്കാത്തതിന്റെ ഒരു പോരായ്മ ഇതിൻ്റെ അകത്തുണ്ട്. ഇത്രയും വൈകിയെങ്കിലും ഇനിയുള്ളത് വെച്ചുകൊണ്ട് സെബാസ്റ്റ്യന് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയുള്ളത്. ഇനി ഇതിന് ഇടക്ക് ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരായി നിന്നിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം. ഇതിൽ ഭൂമാഫിയയുടെ അടക്കം ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിലേക്കൊക്കെ അന്വേഷണം പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നീതി കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഈ ബിന്ദു പത്മനാഭൻ കേസിൽ മറ്റ് ചില ദുരൂഹതകൾ കൂടിയുണ്ടല്ലോ. കോടതിയിൽ ഈ ബിന്ദു പത്മനാഭൻ എന്ന നാട്യത്തിൽ ബിന്ദു പത്മനാഭനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നഷ്ടപരിഹാരം വാങ്ങാൻ വന്ന യുവതി ആരാണ്? അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുകയാണല്ലോ. പിന്നെ സതീശൻ എന്ന ഒരു കണ്ണി, സതീശനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നുവല്ലോ പോലീസ് ചെയ്തത്. അതെ, അത് ബിന്ദു എന്ന പേരിൽ മറ്റൊരു സ്ത്രീയാണ് അന്ന് രജിസ്ട്രേഷൻ ഓഫീസിൽ കൊണ്ടുവന്ന് ഇതിന്റെ കാര്യങ്ങൾക്ക് സ്ഥലക്കൈമാറ്റവുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവെച്ചതടക്കം മറ്റൊരു സ്ത്രീയാണ് അന്ന് വന്നത്. അന്ന് തന്നെ അപ്പൊ തന്നെ നമുക്കറിയാം ബിന്ദു അന്ന് തന്നെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. ബിന്ദുവിന്റെ പേരിൽ മറ്റൊരു സ്ത്രീയാണെന്ന് അവിടെ എത്തിച്ചേർന്നത്. വ്യാജരേഖകൾ ചമച്ചാണ് ഇതെല്ലാം നടത്തിയിട്ടുള്ളത്. അത് അന്നിരുന്ന വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ മുതൽ രജിസ്ട്രേഷൻ ഓഫീസിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ വരെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇതിന്റെ ഭാഗമായി കൊണ്ടുവരണം. കാര്യം വലിയൊരു ഭൂമാഫിയയുടെ ഒരു ഇടപെടൽ കൂടി ഇതിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ഭൂമി തട്ടിപ്പ് തന്നെയാണ് ഇതിന്റെ അകത്ത് നടന്നിട്ടുള്ളത്.
അതോടൊപ്പം ഈ തട്ടിയെടുത്ത ശേഷം ഇവരെ കൊല ചെയ്തു എന്നുള്ളതാണ്. ഇത് തന്നെയായിരിക്കും ഐഷയുടെ കേസിലും ജൈനമ്മയുടെ കേസിലും ഇപ്പം ഏലിപ്പെണ്ണിന്റെ ആണെങ്കിലും എല്ലാം ഈ കൂത്താട്ടുകുളത്തെ കേസാണെങ്കിലും ഒക്കെ കുഞ്ഞിപ്പെണ്ണെന്ന് പറയുന്ന ആ സ്ത്രീയുടെ അടക്കം തിരോധാനം ഇത്തരത്തിലേക്കായിരിക്കും എത്തിയിരിക്കുന്നത്. അപ്പോ ഇതിലെ മുഴുവൻ കണ്ണികളെയും വെളിച്ചത്ത് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ രണ്ടെണ്ണമല്ല, ഇപ്പോൾ ജൈനമ്മയുടെ കേസിൽ ഏതാണ്ട് സെബാസ്റ്റ്യനിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. അതിൽ തെളിവ് ശേഖരിക്കുവാൻ അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല. അതിൽ ഈ ടവർ ലൊക്കേഷനും ഒക്കെയുണ്ട്, പിന്നെ സ്വർണം പണയം വെച്ചത്, അതെല്ലാം കൃത്യമായിട്ട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ബിന്ദു പത്മനാഭൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ കുറ്റസമ്മത മൊഴി വന്നിട്ടുണ്ട്, പിന്നെ നിരവധി സാക്ഷിമൊഴികളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഐഷയുടെയും അതുപോലെ തന്നെ അതിനിടയ്ക്ക് മറ്റൊരു കേസ് കൂടി സംഭവിച്ചുവല്ലോ, സിന്ധു എന്ന ബിന്ദു, ആലപ്പുഴയിലെ തിരുവിഴയിൽ നിന്ന് കാണാതായ ആൾ, പിന്നെ ഈ താങ്കൾ പറഞ്ഞതുപോലെ കുഞ്ഞിപ്പെണ്ണ്, അതായത് ഏലിയാമ്മ കൂത്താട്ടുകുളത്ത് കാണാതായത്. പക്ഷേ അതിലേക്കൊക്കെ ഐഷയുടെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും അതുപോലെ തന്നെ സിന്ധു എന്ന ബിന്ദുവിൻ്റെയും അതിൽ പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ അന്വേഷണത്തിൽ? അതില് ഐഷയുടെ കേസ് ആണെങ്കിലും സിന്ധു എന്ന ബിന്ദുവിന്റെ കേസ് ആണെങ്കിലും ഒക്കെ അത് വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കുഞ്ഞിപ്പെണ്ണിന്റെ കേസിൽ എന്തോ CCTV ഫുട്ടേജ് ഒക്കെ കിട്ടിയതായിട്ട് അന്വേഷണ സംഘത്തിൽ നിന്ന് അറിയുവാനായിട്ട് സാധിച്ചു. സെബാസ്റ്റ്യനും കുഞ്ഞിപ്പെണ്ണുമായിട്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ കുഞ്ഞിപ്പെണ്ണിന്റെ മകൻ തന്നെ നേരിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്, സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ട് അറിയാമെന്നൊരു തലത്തിൽ. പിന്നെ അവിടുത്തെ ഒരു ഷാപ്പ് ജീവനക്കാരൻ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ചെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഐഷയുടെ കേസിൽ വഴിമുട്ടി നിൽക്കുകയാണ്. അതിനെ യാതൊരു തരത്തിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തൊരു കേസ് ഇതിൽ ഐഷയുടെ കേസാണ്. ബാക്കി ബിന്ദുവിന്റെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ കൊലക്കുറ്റം ചുമത്തിയപ്പോൾ തന്നെ അത് ഏകദേശം കാര്യങ്ങളായി. ഇനി തെളിവ് ശേഖരണം അടക്കം ഈ ശരീരഭാഗങ്ങൾ മറവ് ചെയ്ത ഭാഗത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് അതുകൊണ്ട് ബിന്ദുവിന്റെ കേസ് ഏകദേശം നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ജൈനമ്മയുടെ കേസിൽ ഏകദേശം തെളിവുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്, രക്തസാമ്പിൾ ലഭിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ടവറിന്റെ കാര്യമാണെങ്കിലും ഈ ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്വർണം പണയം വെച്ച അടക്കമുള്ള കാര്യങ്ങൾ അതെല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇതില് DNA പരിശോധന കൂടി വന്നു കഴിഞ്ഞാൽ അത് ജൈനമ്മയുടെ ആണോ ബിന്ദുവിന്റെ ആണോ അല്ലെങ്കിൽ ഈ ഐഷയുടെയോ കുഞ്ഞിപ്പെണ്ണിന്റെയോ സിന്ധുവിന്റെ ആണോ എന്നൊക്കെ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ DNA പരിശോധന ഫലം വരണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. ഞങ്ങളും ഈ പരിശോധനാ ഫലം പെട്ടെന്ന് തന്നെ പുറത്ത് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ സമീപിച്ചിട്ടുണ്ട്. എന്താണ് അതിന് താമസം? എന്താണ് തുടക്കത്തിൽ അങ്ങനെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, പരിശോധനാ ഫലം വന്നു എന്നൊക്കെ. ഇപ്പോൾ എന്താണ് അതിലൊരു സാങ്കേതിക തടസ്സം? എന്താണ് കോടതിയിൽ ഇതേക്കുറിച്ച് റിപ്പോർട്ട് നൽകിയിട്ടില്ലേ? രക്തസാമ്പിളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മാത്രമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഈ അസ്ഥി കഷ്ണങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് കരിഞ്ഞ നിലയിലായതുകൊണ്ട് അതിന് കാലതാമസം എടുക്കുമെന്നുള്ളതാണ്. പക്ഷെ ഗവൺമെന്റ് അതിന് എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ വിദഗ്ധരായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ചപ്പോൾ അവർ പറയുന്നത് ഗവൺമെന്റ് താല്പര്യം എടുത്താൽ പരിശോധനാ ഫലം എത്രയും വേഗം നമുക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് അതിന് തീരുമാനമെടുക്കുന്ന കാര്യം ഇത്രയും സ്ത്രീകളുടെ ഒരു വിഷയമാണ്. ഇത് വലിയൊരു ഭൂമാഫിയയുടെ ഒരു തട്ടിപ്പിന്റെ ഒരു കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇനിയും ചിലപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ടാവും. അതെല്ലാം ഇതിനെ ബേസ് ചെയ്തായിരിക്കും. ഇനി ഇവരാരുമല്ല മറ്റാരുടെയെങ്കിലും ആണെങ്കിൽ അന്വേഷണ തലത്തിലേക്കും പോകേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഇതിനെ ബേസ് ചെയ്താണ്, DNA പരിശോധനാ ഫലത്തെ ബേസ് ചെയ്താണ് ഈ അന്വേഷണം തന്നെ ഏത് രീതിയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതിൽ ഗവൺമെന്റ് തന്നെ അതിനൊരു മുൻഗണന കൊടുത്തുകൊണ്ട് എത്രയും വേഗം ഈ പരിശോധനാ ഫലം പുറത്തു കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഈ തിരോധാന കേസുകൾ ഉണ്ടായ സമയത്ത് FIR ഇട്ട പോലീസ് അവർ അന്വേഷിച്ചതിനേക്കാൾ വളരെ കാര്യക്ഷമമായിട്ട് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇല്ല, അന്വേഷണത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു മോശമായിട്ടൊന്നും പറയാനില്ലല്ലോ അല്ലേ? അത് കാര്യക്ഷമമായിട്ട് തന്നെ പോകുന്നില്ലേ? മികച്ച ടീം തന്നെയാണ്. ഇപ്പോൾ കോട്ടയത്തെ ആണെങ്കിലും ജില്ലാ ക്രൈംബ്രാഞ്ച് ടീമും ജൈനമ്മയുടെ കേസ് വളരെ ഫലപ്രദമായ രീതിയിലാണ് അന്വേഷിക്കുന്നത്. അവിടെ കസ്റ്റഡിയിലിരിക്കെ ചോദ്യം ചെയ്യുമ്പോൾ ആണ് ഈ ബിന്ദുവിന്റെ ഉൾപ്പെടെയുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തലും മറ്റും ഉണ്ടാകുന്നത്. ആലപ്പുഴ ടീമാണെങ്കിലും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചും മികച്ച രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതില് മുഴുവൻ ആളുകളെ ഇതിന്റെ ഭാഗമാക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. സെബാസ്റ്റ്യനിലേക്ക് മാത്രമല്ല, സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ഇതിന് കൂട്ടായി നിന്നവരും ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ ഇതിൽ ഭാഗമായിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം എന്നുകൂടി ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഉണ്ടാവുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ശരി, നന്ദി ശ്രീ രൂപേഷ്. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ, ഇനി അത് കൊലക്കേസായി മാറുകയാണ്, തിരോധാന കേസിലെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധിയാണ്. എന്തായാലും വളരെ നിർണായകമായ കാര്യമാണ്.
ചേർത്തലയിലും സമീപ പ്രദേശങ്ങളിലുമായി സ്ത്രീകളെ കാണാതായ സംഭവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.